മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 68-ാം സങ്കീർത്തനം 34-ാം തിരുവാക്യം. ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ. സങ്കീർത്തകനായ ദാവീദിന്റെ വിജയരഹസ്യം ഇതായിരുന്നു. തൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കപ്പെട്ട ദൈവശക്തി എപ്പോഴും ദാവീദ് ഏറ്റുപറയുമായിരുന്നു. ആത്മീയ ജീവിതം ദൈവശക്തിയുടെ ജീവിതമാണ്. ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ. നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമാവട്ടെ, ആ സാഹചര്യത്തിൽ നിന്ന് ഞാൻ എൻ്റെ കർത്താവിൻ്റെ ശക്തി ഏറ്റുപറയുമ്പോൾ അത്ഭുതങ്ങൾ വെളിപ്പെടുകയാണ്. ഈ വചനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ആയിരിക്കുന്നിടത്ത് എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ കർത്താവിന്റെ ശക്തി നമുക്ക് ഏറ്റുപറയാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ വല്ലഭത്വമുള്ള ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ശക്തിയുടെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, വചനത്തിന്റെ ആത്മാവായി, മാനസാന്തരത്തിന്റെ ആത്മാവായി പതിനായിരങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി ആരാധിക്കുകയാണ്. ഇത് ദൈവകൃപയുടെ മണിക്കൂറുകളാണ്. അനേകം ആയിരങ്ങളിലേക്ക് കൃപയുടെ അഭിഷേകം നിറഞ്ഞൊഴുകുന്നു. ദൈവവചനത്തിന്റെ അത്ഭുത ശക്തിയാൽ പതിനായിരങ്ങൾ കർത്താവ് പൂരിതമാക്കുന്ന സമയം. പ്രിയ സഹോദര സഹോദരി, ആത്മാവിൽ നിറഞ്ഞ് ഉണർവോടെ പരിശുദ്ധാത്മാവേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ മാനസാന്തരത്തിന് കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ ഒരു കുടുംബമായി നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു. We worship Lord. Hallelujah. Jesus. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിന് കർത്തനേശു സാക്ഷികളായി. കർത്താവേ, പതിനായിരങ്ങളെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം തന്റെ നാമമഹത്വത്തിനായി. കർത്താവേ, പകരുക, അഭിഷേകത്തെ പകരുക. എല്ലാവരും ഒരുമിച്ച് ശക്തിയോടെ മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി കർത്തനേശു സാക്ഷികളായി. പരിശുദ്ധാത്മാവേ, മാനസാന്തരത്തിന് കൃപയായി ഞങ്ങളിൽ നിറയണമേ. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം തന്റെ നാമമഹത്വത്തിനായി. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, കൂട്ടായ്മകൾ ഉണർത്തണമേ. തീർത്തോടുകൾ തേടുന്ന മാൻപേടപ്പോൾ പ്രതിദാഹത്തോടെ നമ്മൾ അതിദാഹത്തോടെ നമ്മൾ ആത്മമാരിക്കായി പ്രാർത്ഥിച്ചിടുമ്പോൾ
അവൻ നമ്മെ നിറച്ചിടുമേ. കർത്താവേ പകരുക, അഭിഷേകത്തിന്റെ കാറ്റ് വീശട്ടെ. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിന് കർത്തനേശു സാക്ഷികളായി. കരങ്ങൾ താഴ്ത്തിയടിച്ച് എല്ലാവരും ഉണർവോട് ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം തന്റെ നാമമഹത്വത്തിനാ. കർത്താവേ കരമുയർത്തി ആശീർവദിക്കണമേ. ഒത്തുചേർന്നിടാം, ഒത്തുപാടിടാം തന്റെ നാമമഹത്വത്തിനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ നാമമഹത്വത്തിനാ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ പെരുവെള്ളത്തിന് ഇരുമ്പലോടെ ജീവിക്കുന്നവനായ കർത്താവിന്റെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, കരം നീട്ടണമേ. ഈ സ്തുതി ആരാധനയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന 10,000 പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ വരണമേ. മാനസാന്തരത്തിന്റെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, വിശുദ്ധീകരണത്തിന്റെ ആത്മാവായി 10,000 കത്തിപ്പടരണമേ. ലോകം മോഹങ്ങളെ വിട്ടുകളഞ്ഞ് വിശുദ്ധിയോടെ ജീവിക്കുവാൻ 1000 പ്രാപ്തമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ രോഗശാന്തികൾ നൽകണമേ. പരിശുദ്ധാത്മാവേ ആഴമേറിയ മാനസാന്തരങ്ങൾ നൽകണമേ. സാത്താന്റെ അടിസ്ഥാനങ്ങളെ തകർത്ത് കളയണമേ. ജീവിതങ്ങളെ കെട്ടിവെച്ചിരിക്കുന്ന പൈശാചിക കുരുക്കുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ മാനസാന്തര കൃപയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് മാനസാന്തരത്തിനുള്ള കാലം. മാനസാന്തരത്തിനുള്ള കാലം. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? ഇത് മാനസാന്തരത്തിനുള്ള സമയമാണ്. നമുക്കറിയാം, ലോകം ഇന്ന് വലിയ പ്രതിസന്ധികളിലൂടെയും മാറ്റങ്ങളിലൂടെയെല്ലാം കടന്നു പോവുകയാണ്. ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികളൊന്നും അവിചാരിതമല്ല. ഇതെല്ലാം പ്രവചനത്തിൻ്റെ പൂർത്തീകരണങ്ങളുടെ അടയാളങ്ങളാണ്. ഈ പ്രതിസന്ധികളിലൂടെയെല്ലാം എന്താണ് സ്വർഗം നമ്മോട് വിളിച്ചു പറയുന്നത്? അതിവേഗം മാനസാന്തരപ്പെടുക. ഇത് വിശുദ്ധീകരണത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും നാളുകളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ സത്യം നമ്മൾ ആരും മറന്നു പോകരുത്. ലോക ചരിത്രത്തിലും സഭാചരിത്രത്തിലും തന്നെ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് അനേകർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എന്താണ് ഈ ലോകത്തിന് സംഭവിച്ചത്? വഴിവിട്ട ലൈംഗികതകളും പാപത്തിൻ്റെ മ്ലേച്ഛതകളും കുടുംബങ്ങളുടെ തകർച്ചകളും സ്നേഹരാഹിത്യവും അക്രമങ്ങളും ഭീകര പ്രവർത്തനങ്ങളും എന്നുവേണ്ട ഈ ലോകം ഇന്ന് വളരെ കലുഷിതമായ ഒരവസ്ഥയിലാണ്. പ്രത്യാശിക്കാൻ യാതൊരു വകയുമില്ലാത്ത ഒരു സിറ്റുവേഷൻ. എന്നാൽ ദൈവവചനത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ കർത്താവിൻ്റെ ജനത്തിന് പ്രത്യാശിക്കാൻ ഒരുപാട് വകയുണ്ട്.
മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനം. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയ്ക്കായി ഇറങ്ങുകയാണ്. താൻ ആരംഭത്തിൽ പറഞ്ഞ വചനം, ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു, സകലരും അനുതപിച്ച് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. സ്വർഗരാജ്യ പ്രവേശനത്തിന് അടിസ്ഥാനമായി കർത്താവ് പറഞ്ഞിരിക്കുന്നത് മാനസാന്തരമാണ്. അനുതപിച്ച് എല്ലാവരും സുവിശേഷത്തിൽ വിശ്വസിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഇതേ സത്യം തന്നെ സഭയെ ഓർമ്മിപ്പിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം തിരുവാക്യം, നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപരാകരുത്, മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. വളരെ മൂർച്ചയേറിയ ഒരു വചനമാണിത്. നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപരാകരുത്. ദൈവജനത്തോട് പൗലോസ്ലീഹ ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ്. ലോകത്തിന് നിറങ്ങളിലും വർണ്ണങ്ങളിലും ആകൃഷ്ടരായി ലോകമോഹങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് നമ്മൾ ആരും നശിച്ചു പോകരുത്. ലോകത്തോട് അനുരൂപരാകാൻ വിളിക്കപ്പെട്ടവരല്ല ദൈവത്തിന്റെ ജനം. നമ്മൾ ക്രിസ്തുവിനോട് അനുരൂപരാകേണ്ടവരാണ്. മനസ്സിന്റെ നവീകരണം വഴി കർത്താവിന്റെ സുവിശേഷം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്താ സംഭവിക്കുന്നത്? എൻ്റെ ഇത്രയും നാളത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഇതിനുള്ള ബന്ധത്തിൽ അനേകരെ കണ്ടുമുട്ടാൻ കർത്താവ് ഇട തന്നിട്ടുണ്ട്. നിർമ്മലമായ സുവിശേഷത്തിന്റെ സത്യവചനങ്ങൾ കേട്ട് മാനസാന്തരപ്പെട്ട വ്യക്തിത്വങ്ങള്, കഠിന പാപികള്, ഒരിക്കൽ പോലും ഈ പാപകരമായ അടിമത്തത്തിൽ നിന്ന് എനിക്കൊരു രക്ഷയില്ല എന്ന് ചിന്തിച്ച അനേകരെ ക്രിസ്തുവിന്റെ സുവിശേഷം രൂപാന്തരപ്പെടുത്തി. 100 അനുഭവങ്ങള് ഇതിനെക്കുറിച്ച് നമുക്കൊക്കെ പങ്കുവെക്കാനുണ്ട്. ഈ ശുശ്രൂഷയിലും വചനം കേട്ട് മാനസാന്തര അനുഭവം സ്വന്തമാക്കിയ ആയിരങ്ങളാണ് പങ്കെടുത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നമ്മുടെ കർത്താവ് നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 30-ാം തിരുവാക്യം, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല. ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും മാനസാന്തരപ്പെടണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. നമ്മിൽ നിന്ന് യഥാർത്ഥത്തിൽ കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ മാനസാന്തരമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഭൗതികമായ നന്മകളും തന്ന് കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന ലക്ഷ്യം നമ്മുടെ ആത്മരക്ഷയാണ്, നമ്മുടെ ജീവിതത്തിന്റെ മാനസാന്തരം. സകല ജനങ്ങളും അനുതപിക്കണമെന്ന്, മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മാനസാന്തരം ഇന്ന് അനേകർക്ക് ഒരു പഴഞ്ചനാശയമാണ്. പലപ്പോഴും മാനസാന്തരത്തെക്കുറിച്ച് പ്രഘോഷിക്കുമ്പോൾ പലരും പറയാറുണ്ട്, ഇത് പഴഞ്ചനാശയമല്ലേ, ഇതാ പഴയ വിഷയമല്ലേ? അല്ല പ്രിയപ്പെട്ടവരെ, ഇതൊരു തമാശയല്ല. ഈ കാലഘട്ടത്തിൽ മറ്റെന്തിനേക്കാളും ഉപരി ദൈവത്തിന്റെ ജനം സ്വന്തമാക്കേണ്ടത് മാനസാന്തരത്തിന്റെ ആത്മാവിനെയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 14-ാമത്തെ തിരുവാക്യം, ലോത്ത് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരിക്കുന്ന തന്റെ മരുമക്കൾ അടുത്ത് ചെന്ന് ലോത്ത് പറഞ്ഞു, മക്കളെ, സോദോം ഗോമോറ ഈ പട്ടണം ദൈവം നശിപ്പിക്കാൻ പോവുക, ദൈവത്തിന് ന്യായവിധി ഈ പട്ടണത്തിലേക്ക് വരാൻ പോവുകയാണ്.
ഈ ദൂത് ലോത്ത് അറിയിച്ചപ്പോൾ ലോത്തിന്റെ മരുമക്കൾക്ക് അത് തമാശയായി തോന്നിയെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്. ലോത്ത് പറഞ്ഞ സന്ദേശം അവർക്ക് തമാശയായിട്ട് തോന്നി. ഈ തലമുറയുടെ ഒരു വലിയ പ്രശ്നം ഇതാണ്. മാനസാന്തരം ഇന്ന് അനേകർക്കൊരു ഒരു ഗൗരവമല്ല, തമാശയായിട്ട് തോന്നുന്നത്. നിത്യജീവൻ, കർത്താവിന്റെ പ്രബോധനങ്ങള്, സഭയുടെ വിശ്വാസ സത്യങ്ങളിൽ ഒരു സീരിയസ്നെസ് ഇല്ല. തമാശയായി പലരും ഈ നിത്യസത്യങ്ങളെ കാണുന്നു. ആയതിനാൽ പാപത്തിന്റെ പുതപ്പ് കൊണ്ട് ഈ തലമുറയെ പിശാച് പുതപ്പിച്ചിരിക്കുകയാണ്. കാലത്തിന്റെ അടയാളങ്ങളിലൂടെ കർത്താവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഇത് മാനസാന്തരത്തിനുള്ള സമയമാണ്. നമ്മൾ പാടുന്നില്ലേ, നോഹതൻ ദിനങ്ങൾ ഓർക്കുവിൻ, ലോകത്തിൻ മോഹങ്ങൾ വെടിയുവിൻ, നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. നോഹതൻ ദിനങ്ങൾ ഓർക്കുവിൻ, ലോകത്തിൻ മോഹങ്ങൾ വെടിയുവിൻ, നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. നമ്മൾ എത്ര പേര് ഈ വിശ്വാസ സത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്? നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സത്യം തിരിച്ചറിഞ്ഞ് സകല പാപങ്ങളെയും വിട്ടുകളഞ്ഞ് മാനസാന്തരത്തിന് ജീവിതം നയിക്കുവാനുള്ള തീരുമാനം നമുക്കുണ്ടാകണം. അതിനാൽ കർത്താവിന്റെ വചനം നമ്മോട് സംസാരിക്കുക, സകലരും കർത്താവിലേക്ക് തിരിയട്ടെ. എന്താണ് ഈ കാലത്തിന്റെ ഒരു പ്രധാന പ്രശ്നം? പാപബോധം നഷ്ടപ്പെട്ടതാണ്, അനുതാപമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ എന്തുമാത്രം വൃത്തികേടുകളാണ് ഈ നാളുകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ, മറ്റു പല മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ എന്താണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്? നമ്മുടെ മനസ്സാക്ഷിയെ മരവിപ്പിക്കുമാറുള്ള വാർത്തകളാണ് നമ്മളെല്ലാം ഓരോ ദിനവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? കാലമാസന്നമായി, കാലം അടുത്തെത്തിയിരിക്കുന്നു. വിശുദ്ധീകരണത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ജനം ഒരുങ്ങേണ്ട ഒരു സമയം. പ്രവാചകനായ ദാനിയേലെ പ്രവചനാത്മാവിൽ യുഗാന്ത്യത്തെക്കുറിച്ച് കാണുകയാണ്. ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും അനീതികളും പാപമ്ലേച്ഛതകളെല്ലാം പ്രവാചകൻ ആത്മാവിൽ ദർശിക്കുകയാണ്. തുടർന്ന് ഇപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് ദാനിയേലിനോട് എഴുതി വെച്ചു. 12-ാം അധ്യായം 10-ാമത്തെ തിരുവാക്യം. ഇതെല്ലാം കാണുമ്പോൾ അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിർമ്മലരാക്കി അവർ വെണ്മയുള്ളവരായി മാറും. കാലത്തിന്റെ അടയാളങ്ങളിലൂടെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അനേകര് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ തയ്യാറാകും. ഈ മെസ്സേജ് അതിനാണ് കർത്താവ് നമുക്ക് തരുന്നത്. നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ, നമ്മളെ തന്നെ അനുതാപത്തിലേക്ക് നയിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പാപങ്ങളെ വിട്ടുകളഞ്ഞ് മാനസാന്തരത്തിന്റെ കൃപയെ സ്വീകരിക്കുവാൻ. എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവർ ഇതൊന്നും ഗ്രഹിക്കുകയില്ല. എത്ര അർത്ഥവത്താണ് പ്രിയപ്പെട്ടവരെ ഈ തിരുവചനം. അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കും, അവർ തങ്ങളെ വെണ്മയുള്ളവരാക്കി മാറ്റും ഈ അടയാളങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ. എന്നാൽ ഒത്തിരിയേറെ മനുഷ്യര് ഇതൊന്നും മനസ്സിലാക്കാതെ
അവർ പാപത്തിൽ തന്നെ ജീവിക്കും. അവർ ഈ അടയാളങ്ങളൊന്നും ഗ്രഹിക്കുകയില്ല. എന്തുമാത്രം ആത്മാക്കളാണ് ഓരോ ദിവസവും നിത്യ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മിജുകുറിയൻ കുന്നുകളിൽ സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധ അമ്മ ഇറങ്ങി വരുമ്പോൾ അമ്മ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മാനസാന്തരത്തിന്റെ കാഹളമാണ്. മാനസാന്തരത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ടാണ് നമ്മുടെ അമ്മ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. തുടർന്ന് അമ്മ മക്കളോട് പറഞ്ഞു, എൻ്റെ മക്കളെ, ദൈവത്തിനായി നിങ്ങളെ തന്നെ പൂർണ്ണമായും പരിത്യജിക്കുക. ആത്മനിയന്ത്രണമില്ലാത്ത വികാരങ്ങൾ ഉപേക്ഷിക്കുക. ഭയം കൂടാതെ നിങ്ങളെ തന്നെ കർത്താവിനായി നൽകുക. തങ്ങളെ തന്നെ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നവർക്ക് മേലിൽ ഒരിക്കലും ഭയത്തെയോ തടസ്സങ്ങളെയോ അറിയേണ്ടി വരികയില്ല. മാനസാന്തരപ്പെടുക. ലോകത്തിൽ നിന്നും പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരിക. സാത്താനെതിരായി ദൈവത്തോടൊപ്പം ഉറച്ചു നിൽക്കുക. മാനസാന്തരം ആഗ്രഹിക്കുന്നവർക്ക് അത് എളുപ്പമായിരിക്കും. ലോകത്തിന്റെ പാപത്തിന്റെയും തിളക്കങ്ങളിൽ നിന്ന്, ബഹളത്തിൽ നിന്നും അകന്നു നിൽക്കുവാൻ മക്കളെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര അർത്ഥവത്തായ സന്ദേശങ്ങളാണിത്. മറിയത്തിന്റെ വാക്കുകളൊന്നും മറിയത്തിന്റെ സ്വന്തമല്ല. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുകയുണ്ടായി: സ്വർഗം ഇന്ന് നമ്മോട് സംസാരിക്കുവാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഏറ്റവും ശക്തമായ മാധ്യമമാണ് പരിശുദ്ധ മറിയം. സ്വർഗത്തിന്റെ വാഗ്ദാവാണ് മറിയം. മറിയത്തിന്റെ വാക്കുകൾ സ്വർഗത്തിന്റെ വാക്കുകളാണ്. ലോകത്തിന്റെയും പാപത്തിന്റെയും എല്ലാ തിളക്കങ്ങളിൽ നിന്നും ബഹളത്തിൽ നിന്നും മക്കളെ നിങ്ങൾ അകന്നു നിൽക്കുക. നിങ്ങൾ മാനസാന്തരപ്പെടുക. സാത്താനെതിരായി കർത്താവിനോടൊപ്പം നിങ്ങൾ ഉറച്ചു നിൽക്കുക. മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും. അമ്മ കുഞ്ഞുങ്ങളോട് എന്ന പോലെ നമ്മോട് സംസാരിക്കുകയാണ്. ഈ സന്ദേശങ്ങളൊന്നും നമ്മൾ അവഗണിക്കരുത് ദൈവമക്കളെ. കാരണം എന്താ? വെളിപാടിന്റെ പുസ്തകം 14-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. സാധിക്കുന്നവരെ ഈ വചനം ഈ ശുശ്രൂഷയ്ക്ക് ശേഷം നിങ്ങൾ ധ്യാനിക്കണം. കർത്താവ് വ്യക്തമായ ചില ദൂതുകൾ നിങ്ങൾ അറിയിക്കും. അപ്പോസ്തലൻ യോഹന്നാൻ കാണുകയാണ് മധ്യാകാശത്ത് പറക്കുന്നൊരു ദൂതനെ. അവന്റെ കയ്യിൽ എല്ലാ ജനതകളോടും പ്രഘോഷിക്കുവാനുള്ള സനാതനമായൊരു സുവിശേഷമുണ്ട്. ആ ദൂതന് പ്രകാരം വിളിച്ചു പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടുക, അവിടത്തേക്ക് മഹത്വം നൽകുക. എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം സമാഗതമായിരിക്കുന്നു. വിധിയുടെ സമയം വന്നെത്തിയിരിക്കുന്നു. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള ആഹ്വാനം കർത്താവിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ തരികയാണ്. വിധിയുടെ സമയം സമാഗതമായി. വിധിയുടെ സമയം സമാഗതമായി. നിനക്കാത്ത നേരത്ത് തന്റെ പരിശുദ്ധന്മാരോടുകൂടെ കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകും. എന്തിനു വേണ്ടി? തനാകാംക്ഷപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ലോകത്തെയും ലോകമോഹങ്ങളെ വിട്ടുകളഞ്ഞ് ആരൊക്കെ കർത്താവിന്റെ പരിശുദ്ധിയിൽ സഭയുടെ സത്യപ്രബോധനങ്ങളിൽ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിച്ചുവോ അവരെ വീണ്ടെടുക്കുവാനായി കർത്താവ് വീണ്ടും വാനമേഘങ്ങളിൽ രാജാതിരാജനായി ആഗതനാകും. കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ആനുകാലിക സംഭവങ്ങൾ മനസ്സിലാക്കി ദൈവത്തിന് വചനം തരുന്ന മുന്നറിയിപ്പുകൾ സ്വന്തമാക്കി മാനസാന്തരത്തിന്റെ ജീവിതത്തിനായി നമുക്ക് ആഗ്രഹിക്കാം. അനേകരെ ആത്മരക്ഷയിലേക്ക് നയിക്കുവാനുള്ള തീരുമാനങ്ങൾ നമുക്കുണ്ടാകണം. ഒന്ന്, എൻ്റെ ആത്മാവിൻ്റെ രക്ഷ, അതാണ് മാനസാന്തര ജീവിതം. 2, അനേകരുടെ ആത്മരക്ഷ, അതാണ് സുവിശേഷവൽക്കരണത്തിൻ്റെ ജീവിതം. ഇതിനായി നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ തലമുറകളെ സമർപ്പിക്കാം, നമ്മുടെ സമ്പത്ത്, കഴിവുകൾ, സാധ്യതകൾ, അവസരങ്ങളെല്ലാം കർത്താവിന് സമർപ്പിക്കാം. ഒരു ഉറച്ച തീരുമാനം നമുക്കുണ്ടാകണം.
ഈ തലമുറയെ ഒരിക്കലും പിശാചിന് വിട്ടുകൊടുക്കുകയില്ല. എന്ത് വില കൊടുത്തും ഈ തലമുറയെ കർത്താവിനായി നേടും. ഈ ഒരു ധീരതയാർന്ന തീരുമാനം നമുക്കെല്ലാം ഉണ്ടാകണം. അതിനായി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക. അന്ത്യകാല പ്രേഷിത യേശുവിന്റെ സ്നേഹിത, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നോക്കിക്കൊണ്ട് പറയാ, സഭാമക്കളായ നമ്മെ നോക്കി എന്താണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്? അന്ത്യകാല പ്രേഷിത യേശുവിന്റെ സ്നേഹിത, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരേ, കാലമേറെ ഇല്ല കാന്തൻ വന്നിടുവാനായി, കാലമേറെ ഇല്ല കാന്തൻ വന്നിടുവാനായി. ഈ സത്യം തിരിച്ചറിഞ്ഞ് സ്വർഗത്തിന്റെ ദൂതുകൾ സ്വന്തമാക്കിക്കൊണ്ട് മാനസാന്തരത്തിന്റെ, വിശുദ്ധീകരണത്തിന്റെ, ദൈവകൃപയുടെ ജീവിതം നയിക്കുവാൻ നമുക്കൊക്കെ ആഗ്രഹിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ആരാധിച്ചിടുന്നേഴ ഞാൻ ആശയാർന്നങ്ങയെ, സക്രാരിയിൽ മറഞ്ഞ നിൻ നിസ്തുല പരമപരിശുദ്ധനായ കർത്താവേ, തിരുവോസ്വരൂപനായി ഞങ്ങളെ വിശുദ്ധീകരിക്കുവാനും മാനസാന്തര കൃപയിൽ ഞങ്ങളെ പൂരിതമാക്കുവാനും കടന്നു വന്ന സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു മാനസാന്തരത്തിനുള്ള കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് കൂടുതൽ വെണ്മയുള്ളവരാക്കുവാനുള്ള ആഹ്വാനം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരികയായിരുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ആയിരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയം, തന്റെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്താൽ 10,000 കർത്താവ് പൂരിതമാക്കുന്ന സമയം, പാപത്തിന്റെ ബന്ധനങ്ങള്, ലോകത്തിന്റെ മോഹങ്ങള്, ജഡിക ആസക്തികളെ നിർവീര്യമാക്കി വിശുദ്ധീകരണത്തിന്റെ അങ്കിയാൽ 10,000 കർത്താവ് നിറയ്ക്കുന്ന സമയം, ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി മാനസാന്തരത്തിന്റെ കൃപയ്ക്ക് വേണ്ടി, ദൈവിക ജ്ഞാനത്തിന് വേണ്ടി നിലവിളിച്ച് നമ്മൾ ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഉണർവയക്കണമേ നാഥ, ഞങ്ങൾ ശക്തിയ നിറഞ്ഞിടുവാൻ. ഉണർവയക്കണമേ നാഥ, ഞങ്ങൾ വിശുദ്ധിയ നിറഞ്ഞിടുവാൻ. അനുഗ്രഹിക്കുന്ന സമയം, സ്വർഗം തരുന്ന വിവിധങ്ങളായ കൃപകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. യേശുവേ, കരം നീട്ടണമേ, പ്രവർത്തിക്കണമേ. എല്ലാ പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും, ലോകത്തിന്റെ കറകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് വിശുദ്ധ വസ്ത്രം തരണമേ. വിശുദ്ധിയോടെ ജീവിക്കാൻ, കൃപയിൽ വളരുവാൻ, അഭിഷേകത്തിൽ മുന്നേറാനുള്ള ശക്തി നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഞങ്ങൾ അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിച്ച കർത്താവേ, മാനസാന്തരത്തിന്റെ കൃപയാൽ ഞങ്ങളെ പൂരിതമാക്കിയ കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അടുത്ത ആഴ്ചയിൽ ദൈവ വചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് വിടാതിരിക്കാൻ വഴിതെറ്റരുത്. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ
മഹത്വമേ